വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കിറ്റിനകത്ത് ചെറുപയർ ഉണ്ടാവും അല്ലേ? എല്ലാ തവണയും നമ്മൾ ആ ചെറുപയർ കൊണ്ട് ഉപ്പേരി അല്ലെങ്കിൽ തോരൻ അല്ലെങ്കിൽ സുഖിയൻ ഇതൊക്കെയല്ലേ ഉണ്ടാക്കാറ്. ഇത്തവണ നമുക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ചെറുപയർ കൊണ്ട് ഒരു ലഡു ഉണ്ടാക്കിയാലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചെറുപയർ ലഡു. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വരാം. ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത ആ ചെറുപയർ ഒരു പാനിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2-3 മിനിറ്റ് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ചെറുപയർ വേറെ വേവിക്കുന്ന ഒന്നുമില്ല, ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ചെറുപയറിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആയി നല്ലൊരു സ്മെല്ലൊക്കെ വരുമ്പോൾ നന്നായി പാകമായി എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്നുകിൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ സെയിം പാനിൽ വെച്ചതിനൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ചെറുപയർ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണ്ട, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും. ഒരു പാനിലേക്ക് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ റെസിപ്പി ലിങ്ക് ഞാനിവിടെ ഐകാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. കാഷ്യൂ നട്ട്സ്, ബദാം, കപ്പലണ്ടി, എള്ള്, കിസ്മിസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മുടെ ഓരോരുത്തരും ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ കാഷ്യൂ നട്ട്സ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ നെയ്യിൽ വെച്ച് നമ്മളത് ഫ്രൈ ചെയ്യുന്തോറും ഇതിന് നല്ലൊരു സ്മെല്ലായിരിക്കും കിട്ടുക. അതേപോലെ തന്നെ ചെറുപയറിൻ്റെ ഒരു പച്ച നിറം നന്നായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1.5 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മാത്രം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ ആയതുകൊണ്ട് അതിൻ്റെ വെള്ളാംശം ഒക്കെ ഒന്ന് വലിഞ്ഞു പോകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എപ്പോഴും നമ്മളത് ചെറുതീയിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ശർക്കര പൊടിച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെയിം അളവിൽ തന്നെ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര സിറപ്പാക്കിയിട്ട് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര തന്നെ വേണമെങ്കിൽ ഉരുക്കിയിട്ട് ഒന്ന് അരിച്ചിട്ടായാലും ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വേറെ എക്സ്ട്രാ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു മണൽ പരുവത്തിലാണ് കിട്ടുന്നത്. ഈ ശർക്കര നമ്മൾ പൊടിച്ച് ചേർക്കുന്നതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരുപാട് ആറി തണുത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്കത് കൈകൊണ്ട് കുഴയ്ക്കാൻ പാകത്തിനുള്ള നേരിയൊരു ചൂട്, ആ ഒരു പരുവം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നമ്മളിതിലേക്ക് ശർക്കര പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. അത് കാരണമാണ് ഈ ഒരു മിക്സ് ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളിതിലേക്ക് പഞ്ചസാര സിറപ്പ് അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറുപയറിൻ്റെ ഒരു പച്ച കളർ നമുക്ക് അതേപോലെ തന്നെ കിട്ടും. ഇനി നമുക്കിത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടണം. ശർക്കര നന്നായി ഉരുകി വരുന്തോറും നമുക്കിത് പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾക്കിത് പിടിക്കാനായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 1 സ്പൂൺ മറ്റോ പാലെങ്കിലും ചേർത്ത് കൊടുക്കാം. പാലല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ശർക്കരയ്ക്ക് ഉരുകി നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കി എടുത്ത് ലഡുവായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മിക്സ് ഉപയോഗിച്ചിട്ട് ലഡു തയ്യാറാക്കിയെടുക്കാം. നമുക്ക് ഇതിലേക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കൂടുതൽ നട്ട്സ് ചേർക്കുന്തോറും ഇത് കൂടുതൽ ന്യൂട്രീഷ്യസ് ആവുകയുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, യമ്മി ആയിട്ടുള്ള ചെറുപയർ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചെറുപയർ അതേപോലെ തന്നെ പൾസസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലഡുവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഒപ്പം കാണുന്ന ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.